എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദൽഹരി ചാമ്പയാണ് കേട്ടോ. നാടൻ ചാമ്പല്ല, ദൽഹരി. കണ്ടില്ലേ, ഇത് ബെൽ ഷേപ്പാണ്, ഒരുപാട് കായപിടുത്തുള്ളതാണ്. ഒരുപോലെ 5-6 ഉണ്ടാവും. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ഫ്രൂട്ട്സാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ബെൽ ഷേപ്പിലാണ്, ഒരുപാടുണ്ടാവും. നല്ല വലിപ്പം കാണും. കണ്ടില്ലേ, നമ്മളെ കയ്യിലൊക്കെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, നല്ല മധുരമുള്ള നല്ല അടിപൊളി ദൽഹരി ചാമ്പ. ഇന്ത്യയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ വ്യത്യാസം. ഇത് ഓൾ സീസൺ ആണെന്ന് പറയാൻ കാരണം ഇപ്പം നിങ്ങളിവിടെ കണ്ടില്ലേ, പഴുത്തത് കണ്ട് പിന്നെ ഒരു ഇളം ചുവപ്പിലേക്ക് മാറുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ വൈറ്റ് കണ്ടു. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇത് പൂവാണ്, ഇത് മുട്ടാണ്. അപ്പോൾ ഒരു തല നമ്മൾ കായ ഉണ്ടായി കഴിക്കുമ്പോഴത്തേന് നമുക്ക് അടുത്ത സീസണായിട്ട് ഇത് ഉണ്ടാവുന്നുണ്ട്. നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. 50 രൂപയ്ക്ക് നമ്മളന്ന് വാങ്ങിയതാണ് ചെറിയ തൈ. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണൊക്കെ വന്ന്. കണ്ടില്ലേ, നല്ല വണ്ണുള്ള തൈ ആയിട്ടുണ്ട്, നല്ല കരുത്തുള്ള തൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ദൽഹരി ചാമ്പയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇതൊരു നാടൻ ചാമ്പേൻ്റെ വലിപ്പമായിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ നല്ല ഈ റെഡിലേക്ക് ആയിട്ടില്ല, ഇനിയും റെഡാവും. പറിക്കാനായിട്ടില്ല അത്. കണ്ടില്ലേ, നല്ല പറിക്കാനായി നിൽക്കുന്നത് ഇതാണ്. ഈ 2 അത്യാവശ്യം ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നുകൂടെ വലുതാവട്ടെ വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ്. കളറൊന്നും കൂടി വെച്ചാലേ നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ ഓൾ സീസണാണെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ മുകളിൽ അവിടെ ഉണ്ട്, ഞാൻ അപ്പുറം പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു മരത്തിന്മേൽ തന്നെ ഉണ്ടായതും എല്ലതും ഉണ്ട്. നമ്മളെ റോസ്, പറങ്കിമാവ് കണ്ട, ഇവിടെ കേടായി തോന്നും. ഇവിടെ 2 ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഒന്നുകൂടെ ചോപ്പിലേക്ക് വരാണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ മൊട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അപ്പുറം നമ്മൾ പൂവ് കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ മൊട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കേടായി തോന്നുന്നു. പിന്നെ വവ്വാൽ ശല്യമൊന്നും ഇപ്പോൾ ഇവിടെ വല്ലാതെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് ഇതൊന്നും കെട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ വവ്വാൽ കണ്ടു കഴിഞ്ഞല്ലേ ഒരെണ്ണം പോലും നമുക്ക് കിട്ടൂല. അതിൻ്റെ അടുത്തൊരു നാടൻ ചാമ്പും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് നാടൻ ചാമ്പയെന്ന് തോന്നുന്നുണ്ട്, ചെറുത്. പക്ഷേ ഇനി ആ കളറിങ്ങനെ മാറുകയും ചെയ്യും, അതിനനുസരിച്ചിട്ട് വലുതാവുകയും ചെയ്യുക. അതാണ് ചാമ്പയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള എന്താ പറയുക, പ്ലാവ് കായ്ച്ചു, സ്റ്റാർ ഫ്രൂട്ട് കായ്ച്ചു, ദൽഹരി ചാമ്പ കായ്ച്ചു. ഇനി നമുക്ക് കായ്ക്കാനുള്ള ഒരു സാധനം കൂടിയുള്ളൂ. അത് നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും നിങ്ങൾ, വേറൊന്നുമല്ല, നമ്മുടെ മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഒരു മരമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് മൂട്ടിപ്പഴം. ഇത് മൂട്ടിപ്പഴം എന്ന് പറയുമ്പോൾ ഇത് കാടിൽ ചോലകളില്ലേ, വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സാധനമാണ് ഇത് മൂട്ടി. കാരണം അതിന് ഒരുപാട് വെള്ളം വേണം. പിന്നെ ഇത് മൂട്ടിപ്പഴം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മൂട്ടിൽ താഴ്ത്തടിയിലാണ് ഇത് ഫ്രൂട്ട്സ് ഉണ്ടാവുക. അതായത് അടിഭാഗത്ത് അടിയാണ് ഇതിന് ഫ്രൂട്ട്സ് ഉണ്ടാവുക. അതാണ് ഇതിന് മൂട്ടിൽ പഴം എന്ന് പറയാൻ കാരണം. ഇത് നമുക്കിവിടെ കായ്ച്ചിട്ടില്ല. തടി ഇപ്പം ഒരു 3 വർഷം ആയിട്ടുണ്ട്. കായ്ക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കായ്ക്കാതിരിക്കില്ല, കാരണം നമ്മൾ വെച്ചതല്ലേ. ചിലപ്പോൾ ഒന്നും കായ്ക്കാത്തതിനിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കായ്ക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം. ഇതിലിങ്ങനെ നല്ല നമ്മൾ റെഡ് ചാമ്പ കണ്ടില്ല, അതേമാതിരി നല്ല ചാമ്പ മാതിരി ആയിട്ടുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. ഉള്ളിൽ നമ്മൾ എന്താ പറയുക, ലച്ചിയൊക്കെ ഇല്ലേ, ലച്ചിയൊക്കെ കഴിക്കണ മാതിരി നല്ല പുളിയും മധുരമുള്ള 2 ഫ്ലേവറിലാണ് കിട്ടുക. കരടികൾക്ക്, കുരങ്ങന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം എന്നാണ് പറയുന്നത് കാട്ടിൽ. ആനയും കഴിക്കുമെന്ന് അറിയുന്നുണ്ട്.
അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അത് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. പിന്നെ അത്ര വലിയ മരമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല, നമുക്ക് ശല്യമായിട്ടുമില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് നിർത്തിയിട്ടുള്ളത്. എന്തായാലും നോക്കാം നമുക്ക് ഉണ്ടാവില്ലേ എന്ന്. പ്രതീക്ഷ കൈവിടണ്ട, ഒരു 2 വർഷം കൂടി നോക്കാം. എന്നിട്ട് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം, അത്ര തന്നെ. അപ്പോൾ അതാണ് മൂട്ടി. നമ്മുടെ ദൽഹരി ചാമ്പയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇത് വേറൊരു ഇല മുളച്ചി എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ തൈകളുണ്ടാവുന്നത്, കണ്ടില്ലേ. ഇതിൻ്റെ തൈയാണിത്. ഇത് ഞങ്ങളൊരു പ്രാവശ്യം ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചിട്ട് തന്നതാണ്. ഇതിപ്പോൾ 2 വർഷമായി ഈ തൈ. പക്ഷേ ഈ തൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തൈൻ്റെ അടിയിൽ കണ്ടില്ലേ ഇത് വീണിട്ട്, നമ്മളിത് പണ്ടുള്ളതിനൊക്കെ ഇല അങ്ങനെ കുഴിച്ചിട്ട് ലൈമൊന്നും ഇങ്ങനെ ഉണ്ടാവുക, അത് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുക ചെയ്യും. ഇവിടെ ഒക്കെ നിറച്ച് ഇതിൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ നടന്ന് ഇതിൻ്റെ അടിയിലേക്ക് വീണിട്ടാണ് ഇതിൽ നിറച്ചുണ്ടായിട്ടുള്ളത്. കാണുന്നുണ്ടോ ഇതിൽ അതിൻ്റെ തൈകളാണ്. നമ്മളത് ലഹരി ചാമ്പയണത് കേട്ടോ. ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ വാഴ ഉണ്ട്.